പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത് ഒരു കുടുംബത്തെ കുറിച്ച് പറയുകയാ. കുടുംബം മുഴുവനും നന്ദിയുള്ള കുടുംബമാ. ആ കുടുംബം മുഴുവനും നന്ദിയുള്ള കുടുംബമാ. ഏത് കുടുംബമെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നന്ദിയുള്ള കുടുംബമെന്ന് അല്ലാഹു പറഞ്ഞ കുടുംബമേതാ? എന്റെ പ്രിയപ്പെട്ടവരെ, യഅമലു ആല ദാവൂദ ശുക്റാ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബമുണ്ടല്ലോ, അവര് നന്ദിയുള്ള കുടുംബമാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നവര് നന്ദിയുള്ള കുടുംബമാണെന്ന്. ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ദാവൂദ് നബി അലൈഹിസ്സലാം വീട്ടിലവിടെ നിയമങ്ങൾ വെച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അവിടുന്ന് സമയം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത്ര മണി മുതൽ ഇത്ര മണി വരെ അതാ ദാവൂദ് നബി ഇബാദത്ത് ചെയ്യുകയാ. അടുത്ത സമയം തന്റെ ഭാര്യ ഇബാദത്ത് ചെയ്യുകയാ. അത് കഴിയുമ്പോ തന്റെ മകൻ ചെയ്യുകയാ. ഓരോരുത്തർക്കും സമയം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിൽ നിന്ന് എപ്പോ ഭൂമിയിലേക്ക് നോക്കിയാൽ ദാവൂദ് നബിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്യുകയാ. അതാണോ ദാവൂദ് നബിയുടെ കുടുംബത്തിന്റെ പ്രത്യേകത. എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയാ ദാവൂദ് നബിയുടെ വീടിന്റെ അകത്ത് ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്യുകയാ. പടച്ചവനെ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബിയുടെ കുടുംബത്തെ കുറിച്ച് പറയുന്നത് അവര് ശുക്ർ ചെയ്യുന്ന കുടുംബമാണ്, അവര് നന്ദിയുള്ള കുടുംബമാണ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന മകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹുവേ, പ്രവാചകന്മാരിലെ കോടീശ്വരനായിരുന്നല്ലോ. പ്രവാചകന്മാരുടെ ഇടയിലെ ഏറ്റവും വലിയ സമ്പന്നനായ പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ എന്ന് പറയുന്ന പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട ഉമ്മ പറയുന്ന കാലത്ത് ഉമ്മ സുലൈമാൻ ഇബ്നു ദാവൂദ് യാ ബുനയ്യ, അവിടെന്ന് പറയുന്ന മോനെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഫക്കീറാകല്ലേ, അല്ലാഹുവിന്റെ കോടതിയിലെ ഫക്കീറാകല്ലേ. ആരാ ഉമ്മ? നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഫക്കീറാരാ? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മാതാവിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, മോനെ, ആരാണ് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തില് ഫക്കീർ എന്നറിയുമോ? ലാ തഖ്സിറുൻ നൗമ ബില്ലൈൽ, രാത്രിയിൽ അധികമായിട്ട് ഉറങ്ങുന്നവനാ. രാത്രിയിൽ അധികമായിട്ട് ഉറങ്ങുന്നവന് നാളെ പരലോകത്ത് ഫക്കീറായി കടന്നു വരുമെന്നവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമ്മൾ നന്ദിയുള്ളവരാകണേ, നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കുന്നവരാകണേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒന്നാമത്തെ വാഗ്ദാനമാണ്, നീ നന്ദിയുള്ളവനാകൂ. അല്ലാഹു നിനക്ക് ആരോഗ്യം തന്നല്ലോ, നിനക്ക് സമ്പത്ത് തന്നല്ലോ, നിനക്ക് അധികാരം തന്നല്ലോ, നിനക്ക് വീട് തന്നല്ലോ, നിനക്ക് ഭാര്യ മക്കളെ തന്നല്ലോ, അല്ലാഹു നിനക്ക് കച്ചവടം തന്നല്ലോ, കാണാ കണ്ണിന് കാഴ്ച തന്നല്ലോ, കേൾക്കാ ചെവിക്ക് കേൾവി തന്നല്ലോ, നടക്കാ കാലിന് സ്വാധീനം തന്നല്ലോ. എന്തേ നന്ദി കാണിക്കാത്തത്? എന്തേ നന്ദി കാണിക്കാത്തത്? അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് നിന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടാണെന്നൊന്ന് തോന്നുന്നോ വാപ്പാ? ചെറുപ്പക്കാരാ, നിന്റെ ഈമാൻ കണ്ടിട്ട് അല്ലാഹു തന്നതാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ, അതൊരു പരീക്ഷണ വസ്തുവാ.
അതൊരു പരീക്ഷണ വസ്തുവാ. അല്ലാഹു സമ്പത്ത് തന്നിരിക്കുന്നത് പരീക്ഷിക്കാനാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്നറിയോ? പാവപ്പെട്ടവനെ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അല്ലാഹു കൊടുത്തു നിന്നെ പരിശോധിക്കുകയാണ്. നീ കൊടുക്കുമോ ഇല്ലയോ എന്നറിയാൻ. ഇപ്പൊ അറിയാമടോ, ഈ സദസ്സിലൊരു പരീക്ഷണം നടക്കാൻ പോവുകയാ. 800 വർഷം പഴക്കമുള്ള ഒരു പള്ളിയുള്ള മഹല്ലാണല്ലോ. പടച്ചവനെ അതാ 10-20 കുറച്ച് സ്ഥലം വാങ്ങി വെച്ചിരിക്കുകയാണ്. കൊടുക്കാ പൈസയില്ലടോ. 24 ലക്ഷം രൂപയോളം പടച്ചവനെ വല്ലാത്ത പ്രയാസത്തിലാണ്. അതാ സംഘാടകർ ബക്കറ്റുമായി നിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നിനക്കും മനസ്സുണ്ടോ? അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ സഹോദരാ? നിങ്ങളുടെ ഒരാളുടെയും 5 നയാ പൈസ അല്ലാഹുവിന് ആവശ്യമില്ല. നീയാണ് ആവശ്യക്കാരൻ, നീയാണ് ആവശ്യക്കാരൻ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റുമെന്നോ, അപകട മരണങ്ങളെ തട്ടിമാറ്റുമെന്നോ, വിപത്തുകളെ തട്ടിമാറ്റുമെന്നോ. പടച്ചവനെ, പള്ളിക്കകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു സഹോദരൻ ഒരു ചെറിയ മകളുമായിട്ട് കടന്നു വരികയാ. ഒരു പൊന്നുമോളെ കൊണ്ടുവന്നിട്ട്, ഉസ്താദേ സത്യം പറഞ്ഞാ എനിക്ക് സങ്കടം തോന്നിയടോ. ആ പൊന്നുമോളെ കണ്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നിയടോ. ആ പൊന്നുമോളുടെ കണ്ണിന് കാഴ്ചയില്ല സഹോദരാ. കാണുമ്പോ വല്ലാത്ത സങ്കടം തോന്നുന്നടോ. ഉസ്താദേ, 6 കൊല്ലമായി എന്റെ പൊന്നുമോൾക്ക് കണ്ണിന് കാഴ്ചയില്ല. അല്ലാഹുവേ, ശിഫ കൊടുക്കണേ അല്ലാ. പെൺകുട്ടിയാ പടച്ചവരെ, കരുണ കാണിക്കണേ അല്ലാ. വയലുകൾ കാമെന്നിരിക്കുന്നവരോട് ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ഒരു 10 രൂപ എടുത്തിടാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് ചെയ്ത നിഅമത്തിന്റെ വലുപ്പം നിനക്കറിയാനട്ടാ പോരെ. വയനാട് ജില്ലയിൽ വയലിന് പോകുമ്പോ അതാ 10-35 കിലോമീറ്റർ ഓട്ടോ ഓടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ എന്നെ കാണാമെന്നു. ഉസ്താദേ ദുആ ചെയ്യണേ, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാ. ഉസ്താദേ ദുആ ചെയ്യണേ, ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കല്യാണം പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാർ. അവിടെ നിന്ന് ചോദിച്ചു, ഒന്ന് മാറ്റിവെക്കാൻ പരിശ്രമിച്ചുകൂടെ? കിഡ്നി മാറ്റിവെച്ചുകൂടെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ മാറ്റിവെച്ചതാണ്. 4 വർഷം കഴിഞ്ഞപ്പോ ഫെയിലായി പോയി ഉസ്താദ്. പെട്ടെന്ന് പെട്ടെന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ സൂക്ഷിച്ചില്ലേ? ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയോ? ശരീരം മുഴുവനും സ്വർണ്ണാഭരണം ഇട്ടിട്ട് കൊടുക്കാൻ മനസ്സില്ലാത്ത ഉമ്മ. ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, എന്തേ മോനെ ശ്രദ്ധിച്ചില്ലേ? ആ ചെറുപ്പക്കാരന്റെ മറുപടി എന്തെന്നറിയുമോ? ഉസ്താദേ, എല്ലാ ദിവസവും ഗുളിക കഴിക്കണമായിരുന്നു, എല്ലാ ദിവസവും മെഡിസിൻ കഴിക്കണമായിരുന്നു. ഞാനാണെങ്കിൽ 2 ദിവസത്തിലൊരിക്കലേ കഴിക്കാറുള്ളൂ. 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് കഴിക്കുന്നത്. അങ്ങനെയാണ് ഫെയിലായി പോയത്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഗുളിക കഴിച്ചില്ല? ആ ചെറുപ്പക്കാരന്റെ മുഖം വാടിയടോ, അവന്റെ കണ്ണ് നിറഞ്ഞടോ. ഉസ്താദേ, ഒരാഴ്ചയിൽ 5000 രൂപയുടെ മരുന്ന് വാങ്ങണം ഉസ്താദ്. എന്റെ കയ്യിലില്ലാഞ്ഞിട്ടാ, എവിടെ നിന്നാ ഞാൻ മരുന്ന് വാങ്ങുന്നത്? ആ ചെറുപ്പക്കാരന്റെ സങ്കടം കണ്ടപ്പോ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ചിന്തിക്കു സഹോദരാ, അല്ലാഹു ചെയ്ത നിഅമത്തുകളെ കുറിച്ച് ചിന്തിക്ക്. നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്തി കളയാറ്, നിന്റെ കുടുംബത്തിന്റെ ചിരി മായിച്ച് കളയാറ് സെക്കൻഡ് മതി സഹോദരാ. ബക്കറ്റില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഈ ബക്കറ്റും കൊണ്ടുപോകുന്ന ചങ്ങാതി, മോനെ നീ ഇത്തിരി സമാധാനത്തിൽ പോയാൽ മതി കേട്ടോ, നിന്റെ പെങ്ങളെ കെട്ടിക്കാനൊന്നും അല്ലല്ലോ. നീ വലത് കൈ കൊണ്ട് പിടിയടാ ബക്കറ്റ്, വലത് കൈ കൊണ്ട് പിടിക്കുക. ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ഇപ്പുറത്ത് പോകും ഇൻഷാ അല്ലാഹ്. ഒന്നും പേടിക്കണ്ട, നിനക്ക് ഇങ്ങോട്ട് നോക്ക്, നിനക്ക് സ്വർഗം കിട്ടും ഈ ബക്കറ്റ് പിരിവെടുത്ത. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പറഞ്ഞ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ, ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, അല്ലാഹു ചെയ്യുന്ന ഒന്നാമത്തെ വാഗ്ദാനം, മോനെ നീ എന്നോട് നന്ദി കാണിച്ച നിനക്ക് വേണ്ടതൊക്കെ ഞാൻ വാരിക്കോരി തരും. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ചിലർക്ക് അല്ലാഹു വാരിക്കോരി കൊടുക്കാറില്ലേ, അതെന്തുകൊണ്ട് കൊടുക്കുന്നതാ? നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ അല്ലാഹു നമുക്ക് വേണ്ടതൊക്കെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. അല്ലാഹു നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 2 നിർത്താറായോ? നിർത്താറായോ? 11 കാലായി. നിർത്താറായോ? ഒരെണ്ണം കൂടെ പറയല്ലേ. രണ്ടാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രണ്ടാമത്തെ കാര്യമെന്തെന്നറിയോ? എന്റെ പെങ്ങളെ നല്ലതുപോലെ കേൾക്കണേ പൊന്നുമോളെ. ഈ കാണുന്ന മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങേണ്ട രണ്ടാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹു പറയുകയാ, എന്നോട് നീ ദുആ ചെയ്താ നിനക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് ചോദിക്ക്, എന്നോട് ചോദിച്ചാ ഞാൻ നിനക്ക് ഉത്തരം തരാ. അല്ലാഹു പറയുന്നു, നീ എന്നോട് ദുആ ചെയ്യ്, എന്നോട് ദുആ ചെയ്താ ഞാൻ നിനക്ക് ഉത്തരം തരാ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി. അല്ലാഹു പറയുകയാണ്, നീ എന്നോട് ദുആ ചെയ്ത്, നീ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിനക്ക് ഉത്തരം തരാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് ദുആയിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ദുആയിന്റെ മഹത്വം എവിടെന്ന് പറഞ്ഞല്ലോ. സഹോദരാ, ദുആ ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, ദുആ ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. അല്ലാഹുവേ, അന്നബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജസൻ നാസി മൻ അജസ അനി ദുആ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ദുആ ചെയ്യുന്നതിൽ മടി കാണിക്കുന്നവരുണ്ടല്ലോ, ദുആ ചെയ്യുന്നതിൽ മടി കാണിക്കുന്നവരുണ്ടല്ലോ. എന്തിനാ സഹോദരാ മടി കാണിക്കുന്നത്? അല്ലാഹയല്ലേ പറഞ്ഞത്, അല്ലാഹയല്ലേ പറഞ്ഞത്, എന്നോട് ചോദിക്ക് ഞാൻ ഉത്തരം തരാ, എന്നോട് ചോദിക്ക് ഞാൻ ഉത്തരം തരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ദുആ ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ രണ്ടാമത്തെ വാഗ്ദാനം, എന്നോട് ആര് ദുആ ചെയ്താലും ഞാൻ അവന് ഉത്തരം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല ചെയ്ത രണ്ടാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹുവിനോട് ആരെങ്കിലും ദുആ ചെയ്താൽ അല്ലാഹു അവന് ഉത്തരം കൊടുക്കും. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജെ, ഞാൻ എത്ര കാലം കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു എൻ്റെ രോഗമൊന്നു മാറാൻ, എൻ്റെ പ്രയാസമൊന്നു മാറാൻ, എൻ്റെ സങ്കടമൊന്നു മാറാൻ, എനിക്കൊരു വീട് തരാൻ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ അള്ളാഹിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, എന്നിട്ട് എൻ്റെ അള്ള എനിക്ക് തരാത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ.
അല്ല പറഞ്ഞ രണ്ടാമത്തെ വാഗ്ദാനം എന്താ? എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നിനക്ക് കിട്ടാത്തതിന്റെ കാരണം എന്താ? അവിടെ എന്താ ഇപ്പൊ ബദർ യുദ്ധം നടക്കണം? നിനക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം എന്താ? നിങ്ങൾ എന്നോടൊരു കാര്യം ചോദിച്ചു. ആ ചോദിച്ചത് ഞാൻ കേട്ടാലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റൂ? ആണോ അല്ലേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണ? പറ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചു. ആ ചോദിച്ചത് നിങ്ങൾ കേട്ടാലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റൂ? ആണോ അല്ലേ? ആണോ അല്ലേ? അല്ലാതെ തരാൻ പറ്റുമോ? അപ്പൊ നീ ചോദിക്കുന്നത് അള്ളാഹു കേട്ടാലല്ലേ അള്ളാഹ്ക്ക് നിനക്ക് തരാൻ പറ്റൂ. അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് എന്താ? നീ ഇത്രയും കാലം ചോദിച്ചിട്ട് അള്ളാഹു നിനക്ക് തരുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം, നീ ചോദിക്കുന്നത് അവിടെ ചെത്തുന്നില്ല എന്ന്, നീ ചോദിക്കുന്നത് അവിടെ ചെല്ലുന്നില്ല എന്ന് നീ മനസ്സിലാക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നവരല്ലേ? ദുആ ചെയ്യുന്നവരല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? നിങ്ങളുടെ ദുആയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ദുആയെക്കുറിച്ച് പറഞ്ഞു തരട്ടെ. ഇവിടെ നമ്മുടെ പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യും. ഫർള് നിസ്കരിച്ചിട്ട് ആ നിസ്കാര പായിൽ ഇരുന്നിട്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയന റസൂലുള്ളാഹി. ഞാൻ ഇരുന്നോട്ടെപ്പാ, ഇരുന്നോട്ടെ, ഇരുന്ന് പ്രസംഗിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓടി വാ. ഒരു എല്ലാവരും ഒരു ഫാത്തി ഓദിക്കുക. വീട്ടിൽ ഒരുപാട് പേര് മരിച്ചിട്ടില്ലേ? ഇലാ ഹദറത്ത് റൂഹി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അല്ല മഞ്ഞുണ്ടില്ലേ? മഞ്ഞുണ്ടാ? നിങ്ങൾ ഇതെന്തോ മഞ്ഞ ഉസ്താദല്ലേ? ശരി, അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്ത അല്ലാഹ് സ്വീകരിക്കുമോ? സ്വീകരിക്കുമോ? ഇല്ലേ? എന്നാ ദുആ ചെയ്യുന്ന സമയത്ത് എങ്ങനെ കൈപിടിക്കണ്ടേ? ഒന്ന് കാണിച്ചതാടോ. എന്നെ പഠിപ്പിച്ച ദുആ ചെയ്യുമ്പോ എങ്ങനെ കൈപിടിക്കണ്ടേ? ഒന്ന് കാണിക്കറോ? നിങ്ങൾ എങ്ങനെയാ കൈ പിടിക്കുന്നേ? പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്ന് ദുആ ചെയ്യുമ്പോ വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്, ഇങ്ങനെ ഇട്ടേക്ക. എങ്ങനെ ആമീൻ പറയുന്നവന്റെ കൈ ഇരിക്കുന്നത് ഇങ്ങനെ, വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്. ഇങ്ങനെ തളർത്തിയിട്ടിരിക്ക. മോഹൻലാൽ ഫാൻസിക്കാരനാന്ന് തോന്നുന്നു. അവൻ ഇങ്ങനെ ഇട്ടിരിക്ക, വേണമെങ്കിൽ തന്നാ മതി അല്ലാഹ്. ഇരിക്കുന്നത് എങ്ങനെ? സദ്യ ഉണ്ണാനിരിക്കാതെ ഇങ്ങനെ നമ്മണം കൂട്ടി ഇല ഇട്ടിട്ട് അങ്ങോട്ട് വിളമ്പിയ അങ്ങോട്ട് അടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ എങ്ങനെ ഉത്തരം കിട്ടുന്നേ? എടാ, അദബും മര്യാദയോടുകൂടി കിബിലയുടെ നേരെ ഇരുന്നിട്ട് യാചിക്കുന്നവനെ പോലെ ഇങ്ങനെ നീട്ടി നിൽക്കണമെന്ന് അള്ളാഹുടെ മുമ്പിൽ, എങ്കിലേ ഉത്തരം കിട്ടും. അപ്പൊ പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ ഇരിക്കുന്നവന്റെ അവസ്ഥ ഇതാ. ആമീനിന്റെ ശബ്ദം വല്ലതും കേൾക്കാറുണ്ടോ പള്ളിക്കകത്ത്? ഉണ്ടോ? പാപ്പമാരുടെ ഒക്കെ വായിക്കാത്ത നാവുണ്ടോ എന്ന് ഇങ്ങനെ ഇനി പരിശോധിക്കേണ്ട അവസ്ഥയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉണ്ടോന്നൊക്കെ അറിയണമെങ്കിൽ വല്ല ജനറൽ ബോഡിയിലും പൊതുയോഗത്തിലൊക്കെ പോകണം. അപ്പോഴറിയാം നാവുണ്ടോന്ന്. വല്ല പൊതുയോഗമൊക്കെ വരുമ്പോ വാപ്പ ഇങ്ങനെ സിംഹത്തെ പോലെ ചാടും. എന്നാ ശബ്ദം എന്നറിയോ? ഇവിടെ നമ്മുടെ അവസ്ഥയാ ഞാനീ പറയുന്നത്. ഇതാ നമ്മുടെ ദുആ. ആമീൻ പറയും. ഉസ്താദിന് തന്നെ തോന്നും ഇതാർക്കാ ഞാൻ ചെയ്യണേ.
മരിച്ച വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കുക. ദുആ ചെയ്യുമ്പോൾ ആമീനും ഇല്ല, ഒന്നുമില്ല. ഉസ്താദിന് തന്നെ തോന്നും എന്തിനാ അല്ല, ഇതിലും ഭേദം ഞാൻ സ്വന്തം അങ്ങ് പറഞ്ഞാൽ പോരെ, അല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞാൽ ഉസ്താദ് രക്ഷപ്പെടില്ലേ? നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ പോലും ശബ്ദമില്ലാത്തവരാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ എപ്പോഴും ഒരു കഥ പറയും, എൻ്റെ ഒരു അനുഭവം പറയും. ഞാൻ പഠിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ ഒരു വീട്ടിൽ ദുആ ചെയ്യാൻ കൊണ്ടുപോയി. ഞാനും എൻ്റെ കൂടെയുള്ള ഉസ്താദും കൂടെ ദുആ ചെയ്യാൻ വേണ്ടി പോയി. ഒരു യാസീൻ ഓതാൻ പറഞ്ഞ് രണ്ടുപേരെയും കൊണ്ടുവന്ന് റൂമിൽ കയറ്റി ഇരുത്തിയിട്ട് ഇവരെല്ലാവരും അങ്ങ് പോയി. അങ്ങനെ യാസീനൊക്കെ ഓതി കഴിഞ്ഞപ്പോൾ ദുആ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് തല വെളിയിലിട്ടിട്ട് വിളിക്കുന്നു, കാക്കാ ദുആ ചെയ്യാൻ പോവാ വരാൻ. ആ ഉസ്താദ് ചെയ്തോളാൻ. അങ്ങനെ ഉസ്താദ് ചെയ്തോളാൻ. ഈ ഉസ്താദാണെങ്കിൽ അവരില്ലാതെ ദുആ ചെയ്യാൻ വിടുന്നുമില്ല. ഇയാൾ വീണ്ടും വീണ്ടും വിളിക്കുന്നു, വരാം ഉസ്താദ് ചെയ്തോ, ഉസ്താദ് ചെയ്തോ. ഇവരവിടെ ഇങ്ങനെ ചെമ്പിന്റെ സൈഡിൽ നിൽക്കുക, ഉസ്താദ് ചെയ്തോളാൻ. ഇയാൾ എന്നെയും നോക്കും, ഞാൻ അയാളെയും നോക്കും. ഞങ്ങൾ രണ്ടുപേരും യാസീൻ ഓതിയിട്ട് മുഖാമുഖം നോക്കിയിരിക്കുക. അവസാനം ഞാൻ ദുആ ചെയ്തു, അല്ലാ ഈ ഇതേ അവസ്ഥയാ പള്ളിയിലെ ഉസ്താദിന്റെ അവസ്ഥ. ദുആ ചെയ്യുമ്പോ ആമീൻ പറയാൻ ആളില്ല, നേരെ ഇരിക്കാനോ കൈപിടിക്കാനോ ആളില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ കാണിക്കുന്നത് ഷോയാടോ? നമ്മളൊക്കെ കാണിക്കുന്നത് അഭിനയമാടോ? യഥാർത്ഥത്തിൽ ദുആ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ജീവിതത്തിൽ അതുപോലെ എങ്ങാണം ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ കൈ മടക്കുന്നതിന് മുമ്പ് റബ്ബ് തരുമടോ? ആ കൈ മടക്കുന്നതിന് മുമ്പ് നീ ചോദിച്ചത് അല്ലാഹു തരുമടോ? അതിനാ ദുആ എന്ന് പറയുന്നത്. വയദുഊനനാ റഗബൻ വറഹബാ. ദുആ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനൊരു സാമ്പിൾ പറഞ്ഞു തരാ. നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ദുആ ചെയ്താ 101% ഉറപ്പാട് നീ ചോദിച്ചത് റബ്ബ് നിനക്ക് തരാതെ മടക്കൂല. അല്ലാഹു വെറും കയ്യോടെ മടക്കൂല. എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ കടല് കണ്ടിട്ടില്ലേ? ബീച്ചിൽ പോകാറില്ലേ? കടലിന്റെ തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴേ നമുക്ക് പേടിയാണ്. കാരണം അതിനകത്ത് പെട്ടുപോയാ മനുഷ്യൻ മരിച്ചു പോകുമല്ലോ. എന്നാ സഹോദരാ, നിങ്ങൾ കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? നടുകടലിലേക്ക് പോയിട്ടുണ്ടോ? എടോ, നടുകടലിൽ ഒരു മനുഷ്യൻ വീണാ 99% അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല. പടച്ചവനെ, കാരണം കടലിന്റെ ഉള്ളിലോട്ട് പോകും തോറും ആഴം കൂടുകയാണ്, വല്ലാത്ത ആഴമാണ്. പടച്ചവനെ, എത്ര കഴിവുള്ളവനാണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, കടലിന്റെ അടിയിൽ വല്ലാത്ത ഇരുളാ. ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പല് കാണാൻ കോടികൾ ചെലവഴിച്ചു പോയവരുടെ അവസ്ഥ ഞാനും നിങ്ങളും പത്രങ്ങളിലൂടെ വായിച്ചവരാ. എന്തിനാ കേരളക്കാരനായ ഒരു ചെറുപ്പക്കാരന് പടച്ചവനെ ഇവിടെ വെള്ളത്തിന്റെ അകത്ത് ലോറിയുമായിട്ടതാ മണ്ണിടിഞ്ഞ് വെള്ളത്തിനകത്ത് വീണിട്ട് ആ മനുഷ്യന്റെ വാർത്ത വായിച്ചവരാ നമ്മള്. ഞാൻ ചോദിക്കട്ടെ, കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. അത് കടലിലെ ഏറ്റവും വലിയ മീനാ. ആ തിമിംഗലം എന്ന് പറയുന്ന മീനെങ്ങാണം ഒരു മനുഷ്യനെ വിഴുങ്ങിയാ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. രക്ഷപ്പെടുമോ പെങ്ങളെ? കടലിലെ ഏറ്റവും വലിയ മീനിന്റെ വയറിനകത്ത് കടലിനകത്തൊരു മനുഷ്യൻ കിടക്കുകയാ. പറ, രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകനായ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം
യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. കപ്പലിൽ നിന്ന് യൂനുസ് നബിയെ നടുകടലിൽ വലിച്ചെറിഞ്ഞു. അതാത്യമംഗലമെന്ന് പറയുന്ന മീൻ വന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ വിഴുങ്ങുകയാണ്. ആ മീനിന്റെ വയറിനകത്ത് യൂനുസ് നബി കിടക്കുകയാണ്. എവിടെയാ? കടലിനടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്താ. പറ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? പറ പെങ്ങളെ രക്ഷപ്പെടുമോ പൊന്നുമോള്? 1% സാധ്യതയുണ്ടോ ചെറുപ്പക്കാരാ? ഇല്ലടാ മോനെ. എല്ലാ വഴികളും അടഞ്ഞില്ലേ? എല്ലാ വഴികളും അടഞ്ഞില്ലേ? എന്നാൽ ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ഒരു ദുആ ചെയ്തടാ ചെറുപ്പക്കാരാ. ഒരു ദുആ ചെയ്തു പെങ്ങളെ. വനാദാ ഫിൽളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. എവിടെ കടന്നാണെന്നറിയുമോ? കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലം. കടലിനടിയിൽ ഇരുട്ടാണ്, മീനിന്റെ വയറിനകത്തും ഇരുട്ടാണ്. അവിടെ കിടന്നിട്ടാണ് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് അല്ലാഹുവോട് പറയുന്നു, അല്ലാ വനാദാ ഫിൽളുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. അല്ലാഹുവേ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവര്. ഏതു വഴികളണഞ്ഞാലും ഒരു വഴി തുറക്കാൻ നിനക്ക് കഴിവുണ്ട് തമ്പുരാന്. എന്നെ സഹായിക്കണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ വഴികളും അടഞ്ഞപ്പോ കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ദുആ ചെയ്തപ്പോ അല്ല തന്നെ പറയുകയാ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് എങ്ങാണം അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. യൂനുസ് നബി ദുആ ചെയ്തപ്പോ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറല് പോലും ഏൽക്കാതെ ആ മീൻ തന്നെ കൊണ്ടുവന്ന് യൂനുസ് നബിയെ കടലിന്റെ കരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന ചരിത്രം പറയുമ്പോ ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീയൊക്കെ ചെയ്തിട്ടുണ്ടോ ചെറുപ്പക്കാരൻ? അതാ 30-40 വയസ്സുള്ള ഉപ്പയോട് ചോദിക്കട്ടെ, ഇതുപോലെ ഒരിക്കലെങ്കിലും നീ അല്ലാഹനെ വിളിച്ചിട്ടുണ്ടോ? ഇതിനാ വിളിയെന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. പ്രതീക്ഷയാണ് വേണ്ടത്, പ്രതീക്ഷയാണ് വേണ്ടത്. നിന്റെ റബ്ബ് തരുമെന്നുള്ള വിശ്വാസമാണ് വേണ്ടത്. ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്തെന്നറിയുമോ? നിരാശയാ, നിരാശയാ. അത് വൻപാപമാടോ? നിരാശ വൻപാപമാണ്. എന്തേ നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ലേ? ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം എന്താ? നിരാശ. എന്തേ ഞാൻ ചോദിക്കട്ടെ, നിന്റെ രോഗം മാറ്റാൻ അല്ലാഹ്ക്ക് പറ്റൂലേ? നിനക്കൊരു വീട് തരാൻ അല്ലാഹ്ന് പറ്റൂലേ? നിനക്കൊരു ജോലി തരാൻ അല്ലാഹ്ന് പറ്റൂലേ? നിനക്ക് മക്കളെ തരാൻ അല്ലാഹ്ന് പറ്റില്ലേ? നീ എന്താ ഇങ്ങനെ നിരാശപ്പെടുന്നേ? എടാ, അല്ലാഹ്ന് സെക്കൻഡ് മതിയടാ ചങ്ങാതി. അല്ലാഹ്ക്ക് നിന്റെ എന്ത് കാര്യവും ചെയ്തു തരാൻ അല്ലാഹ്ന് ഒരു സെക്കൻഡ് മതി. നിനക്കെന്താ ഇത്ര നിരാശ? എത്ര കൊല്ലമായി ഉസ്താദേ ഞാനിങ്ങനെ പള്ളിയും പട്ടുമായിട്ട് നടന്നിട്ടും നേരെയാകുന്നില്ലല്ലോ, സമാധാനമില്ലല്ലോ ഉസ്താദേ. സ്വന്തമായിട്ടൊരു വീടില്ല, എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ പ്രയാസം മാറുന്നില്ല, മക്കളില്ല. എങ്ങനെ മക്കളുണ്ടാകാനാ? ഭാര്യ പറയുന്നു ഭർത്താവിൻ്റെ കുഴപ്പം, ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഓൾക്കാ കുഴപ്പം. ഓൾക്ക് പറയുന്നു എനിക്കൊന്നും കുഴപ്പമില്ല, ഓനാ കുഴപ്പം. നമ്മൾ പറയുന്ന കാരണം 35, 40, 45 വയസ്സായി, ഇനി പ്രസവിക്കൂല.
45 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കൂലേ? 50 വയസ്സുള്ള പെണ്ണ് എന്താ പ്രസവിക്കൂലേ? നമ്മൾ പറയുന്ന കൗണ്ടിങ് ഇല്ല, ഗർഭപാത്രം വികസിക്കുന്നില്ല, ജീവനില്ല, അതില്ല, ഇതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആയിഷ ബീവിക്കും മക്കളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ആയിഷ ബീബി പ്രസവിച്ചിട്ടുണ്ടോ? ആയിഷ ബീവിക്ക് മക്കളുണ്ടോ? ഇല്ല. എന്തായിരുന്നു കുഴപ്പം? ഗർഭപാത്രം ഇല്ലാത്ത. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ഈ മക്കളില്ലാത്ത സാധു നീ കണ്ട മരുന്ന് മുഴുവനും കഴിച്ചു, പച്ചമരുന്ന്, ഇംഗ്ലീഷ് മരുന്ന്, ഇനി കഴിക്കാനൊന്നുമില്ല, എല്ലാം കഴിച്ചു മടുത്തു, എന്നിട്ട് വേറെ പല മരുന്നും കഴിച്ചു, പോട്ടെ, എല്ലാം പോകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നീ ഒരിക്കലെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടോ? അള്ളാഹ് എനിക്ക് മക്കളെത്താന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചിരുന്നെങ്കിൽ അള്ളാഹു മക്കളെ തരുമായിരുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ദഹിക്കുന്നുണ്ടോ? ഞാൻ പറയണത് തിരിയുന്നുണ്ടോ? ഞാൻ പറയണത് തിരിയുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? സങ്കടത്തോടെ നടക്കുന്ന മുസ്ലിമേ, ഞാൻ പറയുന്നത് ഖുർആനാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു ചെറിയ പെൺകുട്ടി വളരുകയാണ്. ഒരു ചെറിയ പെൺകുട്ടി ആ പള്ളിക്കകത്ത് വളരുകയാണ്. ഈസാ നബിയുടെ ഉമ്മയാണ്. എങ്ങനെയാണ് പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന പെൺകുട്ടി വളർന്നിരുന്നത്? ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ അവിടെന്ന് ചിന്തിച്ചു, പടച്ചവനെ, ആൺകുട്ടിയായിരിക്കാം, അല്ലാ എന്റെ മോനെ ഞാൻ പള്ളിക്ക് കൊടുക്കാം പടച്ചവനെ. അവിടെന്ന് നേർച്ച ചെയ്യുകയാണ്. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പറഞ്ഞ വാക്കു പാലിക്കണമല്ലോ. അങ്ങനെയാണ് മറിയമിനെ പള്ളിയിൽ കൊടുത്തത്. വളർത്തുന്നത് സക്കരിയാ നബിയാണ്, വളർത്തുന്നത് സക്കരിയാ നബിയാണ്. സക്കരിയാ നബി അലൈഹിസ്സലാം ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി ചെല്ലുമ്പോ മറിയമെന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. ആ പഴത്തിന് രണ്ട് പ്രത്യേകതയാ. ഒന്ന്, സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. രണ്ട്, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാ. അസമയത്താണ് പഴം കഴിക്കുന്നത്, അസമയത്താണ് പഴം കഴിക്കുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാട് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് മറിയമെന്ന് പറയുന്ന ചെറിയ പെൺകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കരിയാ നബി ചോദിക്കുന്നു, മറിയമേ, എവിടെ നിന്നാ മോളെ? ഈ പഴം നിനക്ക് എവിടെ നിന്നാ മോളെ? മറിയമിന്റെ മറുപടി എന്തെന്നറിയുമോ? ഖാലത്തു ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. പടച്ചവനെ, സക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമോ? പെങ്ങളെ കല്യാണം കഴിഞ്ഞ് കൊല്ലങ്ങളായി. സക്കരിയാ നബിക്ക് മക്കളില്ലായിരുന്നു. പ്രായം ചെന്ന പ്രവാചകനാണ്, 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ്. ആ സക്കരിയാ നബിക്ക് മക്കളില്ലായിരുന്നു. ആ പ്രായം ചെന്ന സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് 2 കൈകളങ്ങ് ഉയർത്തുകയാണ്. എന്നിട്ട് റബ്ബിനോട് പറഞ്ഞു, അല്ലാ, എനിക്ക് പ്രായമായി റബ്ബേ, എനിക്ക് മക്കളില്ല റബ്ബേ. ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസഅല റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ.
പടച്ചവനെ സക്കരിയ നബി അല്ലാഹുവിനോട് പറയുകയാണ്, എനിക്ക് പ്രായമായി പടച്ചവനെ, എൻ്റെ എല്ലുകൾ പൊടിയുന്നു പടച്ചവനെ, എനിക്കൊരുപാട് രോഗങ്ങളും പ്രയാസങ്ങളുമുണ്ട് തമ്പുരാന്, എനിക്ക് മക്കളില്ല തമ്പുരാന്, എൻ്റെ ഭാര്യയ്ക്ക് പ്രായമായി തമ്പുരാന്, അവൾ പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. വകാനത് ഇംറഅതി ആഖിറാ, എന്റെ ഭാര്യയ്ക്ക് 92 വയസ്സായി പെങ്ങള്, പ്രായം ചെന്ന വൃദ്ധയാണ്, അവള് പ്രസവിക്കാത്തവളാണ്. പടച്ചവരെ, ഒരു പെണ്ണിന് 50ഉം 60ഉം വയസ്സായി കഴിഞ്ഞ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. പടച്ചവനെ, സക്കരിയ നബിയുടെ ഭാര്യയ്ക്ക് പ്രായമായി. പടച്ചവനെ, എന്റെ ഭാര്യ പ്രായം ചെന്നവളാണ്, ഞാനും പ്രായം ചെന്നവനാണ്, എനിക്ക് മക്കളില്ല അല്ലാ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലോ, എനിക്കൊരു പൊന്നുമോനെ വേണമല്ലോ. 25ാമത്തെ വയസ്സിലല്ല, 35ാമത്തെ വയസ്സിലല്ല, 45ാമത്തെ വയസ്സിലല്ല, ഭാര്യയും ഭർത്താവും പടുവൃദ്ധരാണ്, രണ്ടുപേരും പ്രായമുള്ളവരാണ്. അപ്പോഴാണ് സക്കരിയ നബി പടച്ചവനോട് പറയുന്നു, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പടച്ചവരെ, നിനക്ക് കഴിയും ഒരു കുഞ്ഞിനെ തരാൻ, നിനക്ക് കഴിയും എനിക്കൊരു മകനെ തരാൻ, എനിക്ക് വേണം പടച്ചവരെ, ഈ വയസ്സാകാലത്തെങ്കിലും എനിക്കൊരു മകനെ വേണം തമ്പുരാന്, എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, റബ്ബിനോട് അവിടുന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തടാ ചെറുപ്പക്കാരാ. ആ പ്രായം ചെന്ന പ്രവാചകൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. പേര് വെച്ചതല്ലയാടാ, പേര് വെച്ചതല്ലയാടാ, അല്ലയാണ് പേര് വെച്ചത് യഹ്യാ എന്ന്. ആ യഹ്യാ എന്ന് പറയുന്ന മകനെ ദുആ ചെയ്തിട്ട് ആ വാപ്പ വാങ്ങിയതാണ്. ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാ ദുആ എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുആ ചെയ്തോ, മക്കളില്ലാത്തവരെ ദുആ ചെയ്തോ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്കും സാറാ ബീവിക്കും മക്കളില്ല. ഇബ്രാഹിം നബിക്കും സാറാ ബീവിക്കും മക്കളില്ല. പിന്നെ അതുകൊണ്ടാണ് ഹാജറായ വിവാഹം കഴിച്ചത്. ഹാജറ എന്ന് പറയുന്ന പെണ്ണിനെ സാറാ ബീവി തന്നെയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു ഒരു പൊന്നുമോനെ കൊടുക്കുകയാണ്. അവസാനം ഹാജറ ബീവിക്കും കിട്ടി, സാറാ ബീവിക്കും മക്കളെ കിട്ടി. അല്ലാഹുവേ, ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കളെ കുറിച്ച് പഠിക്കണമടോ. ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ ചരിത്രം കേൾക്കുമ്പോ ഏതൊരു മാതാവും പിതാവും ചിന്തിച്ചു പോകും, എന്റെ മകൻ അങ്ങനെയായിരുന്നെങ്കിൽ, എന്റെ പൊന്നുമോൻ അങ്ങനെയായിരുന്നെങ്കിൽ. അല്ലാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നാൽ ഇബ്രാഹിം നബി തോറ്റുപോയത് എവിടെയെന്നറിയോ? ഇബ്രാഹിം നബി തോറ്റുപോയത് എവിടെയെന്നറിയോ? ഒരു ദിവസം രാവിലെ പദാ ഇസ്മായിൽ എന്ന് പറയുന്ന വാപ്പയുടെ കൈപിടിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോന്, ആ പൊന്നുമോനോട് വാപ്പ ചോദിക്കുന്നു, മോനെ, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാ. എന്റെ മോന്റെ അഭിപ്രായം എന്താ? 50 വയസ്സുള്ളവനോടല്ല, അതാ 35 വയസ്സുകാരനോടല്ല, 25 വയസ്സുകാരനോടല്ല, 15 വയസ്സുള്ളവനോടല്ല, 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള വാപ്പയുടെ കൈവിരള് പിടിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്ന ഇസ്മായിൽ എന്ന് പറയുന്ന ആ ചെറിയ മകനോടാ ചോദിക്കുന്നത്, മോനെ, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മോന്റെ അഭിപ്രായം എന്താ? മോന്റെ അഭിപ്രായം എന്താ? ആ പൊന്നുമോന്റെ മറുപടി എന്തെന്നറിയുവോ? ഇഫ്അൽ മാ തുമർ, ഇഫ്അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്.
ഇബ്രാഹിം നബിയുടെ കണ്ണ് നിറഞ്ഞു പോയടോ. തന്റെ പൊന്നാര മകൻ വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു പറയുന്നതനുസരിക്കു വാപ്പാ, അല്ല പറഞ്ഞതനുസരിക്കു വാപ്പാ. ഇബ്രാഹിം നബി പരാജയപ്പെട്ടു പോയത് എവിടെയാ? ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കൾ അങ്ങനാടോ. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് വയസ്സാങ്കാലത്ത് ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യ. നിങ്ങൾ വായിച്ചാ കരയുമടോ. യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കരയാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലാഹുവേ, യഹ്യ നബിയെ കാണുന്നില്ല, യഹ്യ എന്ന് പറയുന്ന ചെറിയ കുട്ടിയെ കാണുന്നില്ല. എത്ര തിരഞ്ഞിട്ടും തന്റെ പൊന്നാര മകനെ കാണുന്നില്ല. പടച്ചവനെ, സക്കരിയ നബി ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ചെന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് വയസ്സാങ്കാലത്ത് കിട്ടിയതാ പടച്ചവരെ, കാത്തുകാത്തിരുന്നിട്ട് വയസ്സാങ്കാലത്ത് നീ എനിക്ക് തന്നതാണ് യഹ്യ എന്ന് പറയുന്ന പൊന്നുമോര്. അവനെ കാണുന്നില്ല റബ്ബേ, അവനെ കാണുന്നില്ല റബ്ബേ, എനിക്കവനെ വേണം പടച്ചവരെ. യഹ്യ നബി ബൈത്തുൽ മുഖദ്ദസിൽ ചെന്ന് ദുആ ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഖബർസാനിൽ ഒരു കരച്ചിൽ കേൾക്കുന്നു വാപ്പാ. ഖബർസാനിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോ പള്ളിക്കാട്ടിലെ ഖബറിനകത്തിരിക്കുകയാ ആ ചെറിയ മകനുണ്ടല്ലോ. ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. ഇടിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് യഹ്യ എന്ന് പറയുന്ന പൊന്നുമോനിരുന്ന് തേങ്ങുകയാണ്. വാപ്പ ചോദിക്കുന്നു, മോനെ എവിടെ പോയടാ? നിന്നെ എവിടെയല്ലാ തിരിഞ്ഞടാ യഹ്യ? എന്തിനാ എന്റെ പൊന്നുമോൻ ഇവിടെ വന്നിരുന്ന് കരയുന്നത്? ഈ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് എന്റെ പൊന്നുമോൻ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വാപ്പാ, അവസാനം ഒറ്റയ്ക്ക് വന്ന് കിടക്കേണ്ടത് ഇവിടെയല്ലേ വാപ്പാ? അവസാനം വന്ന് കിടക്കേണ്ടത് ഖബറിനകത്തല്ലേ? അവിടെ ആരും വരില്ലല്ലോ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. യഹ്യ എന്ന് പറയുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമോൻ വാപ്പയോട് പറയുന്നു, വാപ്പാ, ഇതിനകത്തല്ലേ വന്ന് കിടക്കേണ്ടത്? ഇവിടെ രക്ഷപ്പെട്ടാൽ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. വാപ്പാ, ഈ ഖബറിനകത്ത് രക്ഷപ്പെടണമല്ലോ, ഈ ഖബർ രക്ഷപ്പെടണമല്ലോ. ആ ഖബറിനെ കുറിച്ച് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് ചരിത്രം പറയുമ്പോ ഞാൻ ഈ വാഴകൾ കാമെന്നവരോട് പറയുകയാണ്, നിങ്ങൾ ദുആ ചെയ്യണേ, ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ, തങ്ങന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. അതൊന്നും വെറുതെയല്ലടോ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക്കിന്റെ മാതാവുണ്ടല്ലോ, പൊന്നുമകന്റെ കൈ പിടിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്. തങ്ങന്മാരെയൊക്കെ കാണുമ്പോ പറയാറില്ലേ, തങ്ങളെ ഒന്ന് തലയെ കൈവച്ച് ദുആ ചെയ്യും. ഉസ്താദെ, എന്റെ മോന്റെ തലയിൽ ഒന്ന് കൈവച്ച് ദുആ